ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾക്ക് XUV നമ്മൾക്ക് വാഷിങ്ങിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മളുടെ XUV വാഷിങ്ങിന് പോകാനായിട്ട് വണ്ടി നമ്മൾ ഇറക്കി അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം അകത്ത് കയറ്റി വണ്ടി ഇത് റെഡി ആയി നിൽക്കുന്നു. അതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം എത്തി കയറ്റി. അതേപോലെ തന്നെ ഡാഷ്ബോർഡ് അയച്ചിട്ടില്ല. സൈഡിൻ്റെ ഡോർ പാഡും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട് സെപ്പറേറ്റ് വാഷിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കി സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ XUV കാര്യങ്ങൾ വാഷിങ്ങിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ, അതേപോലെ തന്നെ ബാക്ക് ബമ്പർ സാധനങ്ങളെല്ലാം സെറ്റിങ് കഴിഞ്ഞ്, അതേപോലെ തന്നെ ഇന്നറിലുള്ള മാറ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമ്മളുടെ അകത്ത് ആയിരുന്നു വെച്ചിരുന്നത്. അത് കാര്യങ്ങളെല്ലാം ഫുള്ള് വാഷിങ് ചെയ്തിട്ട് സെറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നറിലോ അണ്ടർ ബോഡി കാര്യങ്ങളും അതേപോലെ തന്നെ ഡോർ പാഡിൻ്റെ സാധനങ്ങളെല്ലാം ഇന്നർ വശങ്ങളെല്ലാം വാഷിങ് ചെയ്തതിന് ശേഷം സെറ്റ് 4 ആക്കിയ ഒരു ഇന്നോവയായിരുന്നു. അത് Type 4 ഓൾറെഡി ഇപ്പോൾ 2009 മോഡൽ വണ്ടിയാണ്. Type 4 ആക്കി നമ്മളുടെ ഇവിടെ വന്നതാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഗാർണറ്റ് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ വണ്ടിക്ക് പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളിപ്പോൾ ഗാർണറ്റ് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളിലേക്കൊക്കെയാണ്. അതേപോലെ ഈ 3 വണ്ടികൾ നമ്മൾക്ക് അടുത്ത സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വണ്ടികളാണ്. ഇതിൻ്റെ പ്രൈമർ കോട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് 3 വണ്ടിയുടെയും. ഇനിയിപ്പോൾ ഫ്രണ്ട് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നു. ആ ഒരു വണ്ടി അതേപോലെ തന്നെയാണ്. അതിന് കുറച്ച് പാച്ച് വർക്കിൻ്റെ വർക്കും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്ന് പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം ആവും കേട്ടോ. ഓക്കെ. അതേപോലെ ഇവിടെ റെഡ് കളർ ഇന്നോവ പാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബാബേട്ടൻ കുറ്റിച്ചൂല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബേട്ട അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡിയുമൊക്കെ ആയിട്ട് ഇവിടെ ഹോളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ നമ്മളെ ഒരു സ്വിഫ്റ്റ് റെഡ് കളർ സ്വിഫ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിക്ക് ബാക്ക് ക്വാർട്ടർ പാനലിൽ ഒരു വലിയ ഡെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം തീർത്ത് വണ്ടി ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈഡും കാര്യങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബൂത്തിൽ എന്ന് പറഞ്ഞ കളർ അടിക്കാൻ വേണ്ടിയിട്ട് മാസ്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബേസ് കോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു സ്വിഫ്റ്റ് നമ്മളൊക്കെ വന്നിട്ടുണ്ട്. ആ വണ്ടിയുടെ അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ വണ്ടി വർക്കിംഗ് പ്രോസസ്സിലാണ്. അത് ഫ്രണ്ട് ബോഡി പാർട്സ് അതേപോലെ തന്നെ ബാക്ക് ബമ്പറും കാര്യങ്ങളെല്ലാം അഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു. അതേപോലെ നമ്മൾക്ക് ഇന്നൊരു കോളീസ് വന്നിട്ടുണ്ട് കേട്ടോ. കോളീസ് എന്ന് പറയുന്നത് 2001 മോഡൽ കോളീസാണ്. പക്ഷേ 2001 ഈ ഒരു കസ്റ്റമർ സിംഗിൾ ഓണറാണ്. അതായത് 2001 ആ കസ്റ്റമർ തന്നെ പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. നീറ്റ് യൂസ് ആണ് കേട്ടോ. അതിൻ്റെ പെയിൻറ്റ് ഫെയ്ഡായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുരുമ്പ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി കസ്റ്റമൈസേഷൻ അല്ല ചെയ്യേണ്ടത്. ആ വണ്ടി നിലവിൽ ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ആ രീതിയിൽ തന്നെ ഷോറൂം കണ്ടീഷനിലാക്കി ഇറക്കുക എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. ഒരു ബ്ലൂ കളർ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു വണ്ടിയാണ്. ഓക്കെ, ഫോം ബെല്ലടിക്കുന്നു. ഫോർച്യൂണർ നമ്മൾക്ക് കൺവേർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. കൺവേർഷൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വാട്സാപ്പിൽ മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് റിപ്ലൈ കിട്ടാത്തവരോട് ഞാൻ പറയുകയാണ്. നമ്മൾക്കിപ്പോൾ ഫോർച്യൂണർ കൺവേർഷൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഫുൾ പെയിൻറ്റിങ് അടക്കം 1,55,000 രൂപയാണ് ടോട്ടൽ ചാർജ് വരാം. അതിൽ റീപ്ലേസ് പാർട്സ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ബോണറ്റ്, 2 സൈഡ് ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, ഫോഗ് ലാമ്പ്, വീലിൻ്റെ ആർച്ച്, അതായത് സൈഡിലെ ഫെൻഡർ എന്ന് പറഞ്ഞ വീൽ ആർച്ച്, ബാക്കിലെ ബമ്പർ, ഡിക്കിയുടെ ക്രോം, ഡിക്കി റിഫ്ലക്ടർ, അതേപോലെ തന്നെ നമ്മളുടെ ടെയിലൈറ്റ്, ബമ്പർ റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് ഫോർച്യൂണർ നമുക്ക് ടൈപ്പ് 2 മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ടൈപ്പ് 1 2005 തുടങ്ങിയുള്ള ഫോർച്യൂണറുകൾ 2011 വരെയുള്ള ഫോർച്യൂണർ നമുക്ക് ടൈപ്പ് 2 കൺവേർഷൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.
അപ്പോൾ അതിൻ്റെ ചാർജാണ് പറഞ്ഞത്. 1.55 ഫുൾ പെയിൻറ്റിങ് അടക്കം, 1.20 ഫുൾ പെയിൻറ്റിങ് അല്ല, അതായത് ചേഞ്ച് ചെയ്യുന്ന പാർട്സ് മാത്രം പെയിൻറ്റ് ചെയ്യുക, ഫുള്ളായിട്ടുള്ള പോളിഷിങ് ആകുമ്പോൾ 1.20 ചാർജ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വല്ലവർക്കും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗാരേജിൽ ഇവിടെയാണ്, കരുപ്പടന, ഇരിഞ്ഞാലക്കുട കരുപ്പടനയാണ്. ഗൂഗിളിൽ കാർ ജയജയെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. എൻക്വയറി ഉണ്ടായിരുന്നു പറഞ്ഞത്. പിന്നെ നമുക്ക് ക്രിസ്റ്റ കൺവേർഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ക്രിസ്റ്റ കൺവേർഷൻ ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ ജെന്യൂൻ പാർട്സ് ഇട്ടാണ് കൺവേർഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ തായ്വാൻ മെയ്ഡ് പാർട്സൊന്നും നമ്മളെ നിലവിൽ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ജെന്യൂൻ പാർട്സ് ഇട്ട് ചെയ്യുമ്പോൾ ഏകദേശം 55,000 രൂപ അടുത്ത് സംതിങ് പാർട്സിൻ്റെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ പ്ലസ് ലേബർ ചാർജും വരും. അപ്പോൾ ഏകദേശം റേറ്റാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ക്രിസ്റ്റ നമ്മൾ ഇപ്പോൾ ആക്യുറേറ്റിൻ്റെ അതേപോലെ AGPയുടെ ഒക്കെ ബോഡി പാർട്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലും റേറ്റ് കുറവായിരിക്കും. ഇപ്പോൾ ടൊയോട്ട ജെന്യൂൻ പാർട്സ് ഇടുമ്പോൾ ഏകദേശം 55 രൂപയുടെ അടുത്ത് പാർട്സിന് റേറ്റ് വരുന്നുണ്ടെന്നാണ് നമ്മൾ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഓക്കെ, ക്രിസ്റ്റ കൺവേർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. Have you been day drinking?